കർണാടകയിൽ രാഷ്ട്രീയ എതിരാളികളെ അപ്രതീക്ഷിത തന്ത്രങ്ങളിലൂടെ വീഴ്ത്തുന്നതിൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായ DK ശിവകുമാർ വീണ്ടും തന്റെ മിടുക്ക് തെളിയിച്ചിരിക്കുകയാണ്. അടുത്തിടെ നടന്ന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ 5 കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ ചാണക്യൻ എന്ന തന്റെ ഖ്യാതി ഉറപ്പിച്ചിരിക്കുകയാണ്. ചുരുങ്ങിയ വോട്ടുകൾ മാത്രം ലഭിക്കുമെന്ന് കരുതിയിരുന്ന 5ാമത്തെ സ്ഥാനാർത്ഥി വിനയ് കാർത്തിക് കോൺഗ്രസ് നിരയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. കർണാടക മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷമുള്ള ശിവകുമാറിന്റെ ആദ്യത്തെ വലിയ രാഷ്ട്രീയ പരീക്ഷണം കൂടിയായിരുന്നു ഇത്. തെരഞ്ഞെടുപ്പ് നടന്ന 7 സീറ്റുകളിൽ 5 കോൺഗ്രസ് സ്വന്തമാക്കി. കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിക്ക് വലിയൊരു രാഷ്ട്രീയ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് BJP-JDS സഖ്യത്തിലെ 11 MLA-മാരെ കൊണ്ട് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ശിവകുമാറിന് പറ്റി. സ്വന്തം MLA-മാരെ ഒന്നിപ്പിച്ചു നിർത്താനും പാർട്ടി ശക്തി തെളിയിക്കാനുമായിരുന്നു JDS തങ്ങളുടെ സ്ഥാനാർത്ഥിയായ ഗോവിന്ദരാജുവിനെ മത്സര രംഗത്തിറക്കിയത്. നിയമസഭയിലെ അംഗബലം അനുസരിച്ച് സ്വതന്ത്രരുടെയും പുറത്താക്കപ്പെട്ട BJP അംഗങ്ങളുടെയും പിന്തുണയോടെ കോൺഗ്രസിന് പരമാവധി 140 വോട്ടുകൾ വരെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഫലം വന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കാകെ 151 വോട്ടുകൾ ലഭിച്ചു. BJP-യിൽ നിന്നും JDS-ൽ നിന്നും വലിയ രീതിയിൽ ക്രോസ് വോട്ടിംഗ് നടന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. BJP-യുടെ 4 വോട്ടുകൾ അധികം ലഭിച്ചിട്ടും JDS സ്ഥാനാർത്ഥിക്ക് വെറും 14 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ DK ശിവകുമാറിന്റെ അടുത്ത അനുയായിയായ വിനയ് കാർത്തിക്കിനെ 5ാമനായി നിർത്തിയത് കൃത്യമായ ഒരു തന്ത്രമായിരുന്നു. ഈ ഫലം വരാനിരിക്കുന്ന 2028-ലെ പൊതുതെരഞ്ഞെടുപ്പിന്റെ സൂചനയാണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് VS ഉഗ്രപ്പ പറയുന്നത്. BJP-യും JDS-ഉം ഈ അപ്രതീക്ഷിത നീക്കത്തിൽ ഞെട്ടിപ്പോയതും BJP എപ്പോഴും വീമ്പ് പറയുന്ന പാർട്ടി അച്ചടക്കം എവിടെ പോയതും അദ്ദേഹം ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ അപാകതകൾ സംഭവിച്ചതായി പ്രതിപക്ഷ നേതാവ് R അശോക സമ്മതിച്ചു. 3 BJP MLA-മാർ കൂറുമാറി വോട്ട് ചെയ്തതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. തങ്ങളെ ചതിച്ചവർ ആരാണെന്ന് ഉടൻ കണ്ടെത്തുമെന്നും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. JDS-ന് തങ്ങളുടെ MLA-മാർക്കിടയിലെ ഭിന്നതയാണ് ഈ ഫലം കാണിക്കുന്നത്. DK ശിവകുമാറിന്റെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രമാണ് എതിർപ്പാളയത്തിലെ വോട്ടുകൾ ചോർത്താൻ കാരണമായതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നിയമസഭയിൽ കോൺഗ്രസിന് വ്യക്തമായി ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും 151 വോട്ടുകൾ ലഭിച്ചത് പ്രതിപക്ഷ സഖ്യത്തിലെ അസംതൃപ്തിയാണ് പുറത്തു കൊണ്ടുവന്നത്. കോൺഗ്രസ് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾക്കുള്ള ജനപ്രതിനിധികളുടെ അംഗീകാരമാണ് ഈ വിജയമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞു. സംസ്ഥാനത്ത് നടപ്പിലാക്കിയ 5 പ്രധാന ഗ്യാരണ്ടി പദ്ധതികൾ നിർത്തലാക്കാനാണ് BJP-യും JDS-ഉം ശ്രമിച്ചതെന്നും എന്നാൽ അവരുടെ സ്വന്തം MLA-മാർക്ക് പോലും കോൺഗ്രസ് സർക്കാരിന്റെ നയങ്ങളിലാണ് വിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പാർട്ടി നിർദ്ദേശം ലംഘിച്ച് വോട്ട് ചെയ്ത SD സോമശേഖർ, A ശിവറാം ഹെബ്ദാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ തങ്ങൾ മനസാക്ഷി വോട്ടാണ് രേഖപ്പെടുത്തിയതെന്നാണ് പ്രതികരിച്ചത്. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ പരാജയമാണ് ഈ ഫലമെന്ന് കോൺഗ്രസ് നേതാക്കൾ പരിഹസിച്ചു. ഈ തെരച്ചിലിനെ തുടർന്ന് BJP-യും JDS-ഉം തങ്ങളുടെ പാർട്ടിക്കുള്ളിലെ ചോർച്ച കണ്ടെത്താനായി അടിയന്തര അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുകയാണ്.